നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ISL ഇത്തവണ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ക്വാഡ് എങ്ങനെയുണ്ട്? പലതരത്തിലുള്ള ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നൊരു സമയമാണല്ലോ. ഇപ്പോൾ പ്രീതം കൊട്ടാൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിലേക്ക് പോകും, അവിടുന്ന് ദീപക് ടാങ്ക്രി വരുമെന്നൊക്കെയുള്ള റൂമറുകൾ നേരത്തെ ഉണ്ടായിരുന്നെങ്കിലും അത്തരത്തിലുള്ള സാധ്യതകൾ ഇപ്പോഴില്ല എന്ന് വളരെ വ്യക്തമായിട്ട് ഇന്നലെ മാർക്കസ് മെർഹുലാവോ ട്വീറ്റ് ചെയ്യുകയുണ്ടായി. അപ്പോൾ നമ്മൾ വളരെ ക്രെഡിബിൾ ആയിട്ടുള്ള സോഴ്സായിട്ട് കണക്കാക്കുന്നതാണ് മാർക്കസ് മെർഹുലാവോയെ. അപ്പം വലിയൊരു മാറ്റങ്ങൾ ഇനി സ്ക്വാഡിൽ വരാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ നിലവിലുള്ള ISL കേരള ബ്ലാസ്റ്റേഴ്സ് സ്ക്വാഡ് നമ്മളൊന്ന് നോക്കുകയാണ്. ജോഷ സൊറ്റീരിയുടെ കാര്യത്തിൽ നമുക്കറിയാം, ജോഷ സൊറ്റീരിയെ 7th ഫോറിൻ പ്ലെയറായിട്ടാണ് കണക്കാക്കുന്നത്. എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ ഇത്തവണ നിലവിൽ രജിസ്റ്റർ ചെയ്യാനുള്ള സാധ്യതയില്ല. പിന്നെ സീസൺ പുരോഗമിക്കുമ്പോൾ മറ്റെന്തെങ്കിലും സംഭവവികാസങ്ങൾ ഉണ്ടായാൽ എന്തു മാറ്റം എന്നുള്ളത് കണ്ടറിയണം. അപ്പോൾ ഇപ്പോഴുള്ളൊരു സ്ക്വാഡ് നമ്മൾ നോക്കുകയാണ്. ഗോൾ കീപ്പർമാരായിട്ട് 3 പേര്: സച്ചിൻ സുരേഷ്, സോം കുമാർ, നോറ ഫെർണാണ്ടസ്. ഡിഫൻഡർമാരായിട്ടുള്ളത് ഐബൻ ഡോലിങ്, നവോച്ച സിംഗ്, മുഹമ്മദ് സഹീഫ്, പ്രീതം കൊട്ടാൽ, ഹോർമിപ്പാം റുയ്വ, ബിജോയ് വർഗീസ്, പ്രബീർ ദാസ്, സന്ദീപ് സിംഗ്, മിലോസ് ഡ്രിൻസിച്ച്, അലക്സാണ്ടർ കോയഫ്. അപ്പോൾ 2 വിദേശ ഡിഫൻഡർമാർ ഈ ഒരു ലിസ്റ്റിലുണ്ട്, മിലോസും അതുപോലെ അലക്സാണ്ടർ കോയഫും. മധ്യനിരയിലേക്ക് വരുമ്പോൾ ഫ്രെഡി ലാലമാമ, വിപിൻ മോഹനൻ, ഡാനിഷ് ഫാറൂഖ്, യോഹിൻ ബമീറ്റൈ, മുഹമ്മദ് അസർ, അഡ്രിയാൻ ലൂണ. സോ മധ്യനിരയിലെ വിദേശ സാന്നിധ്യമായിട്ട് അഡ്രിയാൻ ലൂണയുണ്ട്. പിന്നെ പാർശ്വങ്ങളിൽ കളിക്കാൻ കപ്പാസിറ്റിയുള്ള താരങ്ങൾ, വിങ്ങർമാരായിട്ട് കളിക്കാൻ കപ്പാസിറ്റിയുള്ള താരങ്ങൾ രാഹുൽ KP, സൗരവ് മണ്ഡൽ, ബ്രൈസ് മിറാൻഡ, മുഹമ്മദ് ഐമൻ, ലാൽതൻ മാവിയ, റൻലൈ, കോറു സിംഗ്, നോഹ് സധോയി എന്നിവരാണ് ഉള്ളത്. മുന്നേറ്റ നിരയിൽ ഇപ്പം ഇഷാൻ പണ്ഡിതയുണ്ട്, ശ്രീകുട്ടൻ MS ഉണ്ട്, ഹീസസ് ഗീവനസ്, കോമെ പെപ്ര. അപ്പോൾ ഇതാണ് നിലവിലുള്ള ഒരു സ്ക്വാഡ്. മാക്സിമം സ്ക്വാഡ് ലിമിറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം 30 പേരെയാണ് വേണ്ടത്. അപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ നിലവിലുള്ളൊരു സ്ക്വാഡ് ഇതാണ്. ഈ സ്ക്വാഡിൽ ഇപ്പോൾ വിദേശ താരങ്ങളൊക്കെ വളരെ മികച്ച വിദേശ താരങ്ങളുണ്ട്. ഇന്ത്യൻ താരങ്ങളുടെ കാര്യത്തിൽ പ്രതിഭാധനരായിട്ടുള്ള താരങ്ങളുണ്ടെന്ന കാര്യത്തിൽ തർക്കമില്ലെങ്കിലും മറ്റ് ടീമുകളുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ അത്ര പോരാ എന്നൊരു നിരീക്ഷണം പലരും പങ്കുവെക്കുന്നുമുണ്ട്. എന്തായാലും നിങ്ങളുടെ ഒരഭിപ്രായം ഈ സ്ക്വാഡിനെ കുറിച്ചുള്ളത് പങ്കുവെക്കുക. ആരോഗ്യകരമായിട്ടുള്ള ഫുട്ബോൾ ചർച്ചകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.